സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗണപതി അമ്പലങ്ങളിൽ വളരെ രഹസ്യമായി ഒരു വഴിപാട് ചെയ്തവർ ഇന്ന് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തിയ ആളുകളാണ്. നിങ്ങൾക്കും ഒരു രൂപ പോലും ചിലവില്ലാതെ ചെയ്യാൻ കഴിയുന്ന അതീവ ശക്തമായ ഒരു ആത്മീയ വഴിപാടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വെറുമൊരു പൂജയോ വഴിപാടോ അല്ല, മറിച്ച് ഭഗവാൻ മുന്നിൽ നമ്മൾ എടുക്കുന്ന ഒരു ആത്മീയ തീരുമാനമാണ്. നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ വഴിപാടുകൾ ചെയ്യാറുണ്ട്. നാളികേരം, ഉണ്ണിയപ്പം, അവിൽ, മലർ. എന്നാൽ ഇവയ്ക്കെല്ലാം ചിലവുണ്ടല്ലോ. പക്ഷേ ഞാൻ പറയുന്ന ഈ വഴിപാട് നമ്മളുടെ മനസ്സിൻ്റെ സമർപ്പണമാണ്. കാരണം പൂജകളിൽ ഏറ്റവും മഹത്തായത് മാനസപൂജയാണ്. ഉപകരണങ്ങളില്ലാതെ മനസ്സുകൊണ്ട് മാത്രം ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു വിശുദ്ധമായ പ്രാർത്ഥന. ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കുന്ന ദേവൻ. നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത് എന്തൊക്കെയാണ്? അലസത, ഭയം, ആത്മവിശ്വാസക്കുറവ്, നിഷേധാത്മക ചിന്തകൾ. ഇവയാണ് നമ്മുടെ വളർച്ച തടയുന്നതും ജീവിതത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളുന്നതും. അതിനാൽ ഗണപതി ഭഗവാൻ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത് പുഷ്പങ്ങളോ നാളികേരമോ അല്ല. നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ്, നിങ്ങളുടെ ഭയങ്ങളാണ്, നിങ്ങളുടെ ദുശ്ശീലങ്ങളാണ്. ഇനി മുതൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: ഭഗവാനെ, എൻ്റെ അലസതയും എൻ്റെ ഭയവും എൻ്റെ ആത്മവിശ്വാസക്കുറവും എല്ലാം ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവയെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് നീക്കി എൻ്റെ വഴി ശോഭനമാക്കി തരണമേ. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഒരു പ്രതിജ്ഞയാണ്. ഇതിനുശേഷമാണ് രണ്ടാം ഘട്ടം. ഭഗവാനെ, ശരിയായ അവസരം തിരിച്ചറിയാനുള്ള ബുദ്ധിയും ആ അവസരം പ്രയോജനപ്പെടുത്താനുള്ള സിദ്ധിയും എനിക്ക് നൽകണമേ. ബുദ്ധിയും സിദ്ധിയും ഉണ്ടെങ്കിൽ കോടികളല്ല, അതിനും മേൽ നേടാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം അമ്പലം വിട്ടിറങ്ങിയാൽ യഥാർത്ഥ പരീക്ഷണം തുടങ്ങുന്നു. നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി: പ്രവർത്തിക്കുക. ഇത്രയും നാൾ മടിച്ചിരുന്ന കാര്യങ്ങൾ ധൈര്യത്തോടെ ആരംഭിക്കുക. പുതിയ ആശയങ്ങൾ ചിന്തിക്കുക, പുതിയ വഴികൾ തേടുക. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നീക്കിയിരിക്കും. ബുദ്ധിയും സിദ്ധിയും നിങ്ങളിൽ നിറച്ചിരിക്കും. അതിനുശേഷം ഒരു നെഗറ്റീവ് ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. കാലക്രമേണ ആളുകൾ പറയും, അവൻ ഗണപതി അമ്പലത്തിൽ എന്തോ ഒരു രഹസ്യ വഴിപാട് ചെയ്തിട്ടാണ് ഇന്നത്തെ ഉയരം എന്ന്. അതിനാൽ അടുത്ത തവണ ഗണപതി അമ്പലത്തിൽ പോകുമ്പോൾ ഈ വഴിപാട് മനസ്സിലാക്കി വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരുന്ന വീഡിയോയിൽ പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.